ഇന്ന് മനുഷ്യൻ ഒരുപാട് പുരോഗതിപ്പെട്ട ഒരു പുതിയ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് ദൗത്യങ്ങൾ, ബാധ്യതകൾ ലോകത്ത് നിർവഹിക്കാൻ സൗകര്യങ്ങൾ കൂടിയ കാലഘട്ടത്തിലാണ്. പണ്ട് അമ്പിയാക്കന്മാരും സലഫുസ്വാലിഹ്യങ്ങളും ഒക്കെ അവരുടെ ഇസ്ലാമിന്റെ സമീപനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രയാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വിളിക്കാൻ ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല, നെറ്റ്വർക്ക് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു അങ്ങാടിയിൽ നിന്ന് അടുത്തൊരു അങ്ങാടി കണ്ടുമുട്ടാൻ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാലാണ് സാധിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് എത്ര ലളിതമായ സിമ്പിളായ സൗകര്യങ്ങൾ പടച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ വിശാലമായ ഇസ്ലാമാകുന്ന ഈ മഹത്തായ ദീനിനെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാൻ നമുക്ക് സാധ്യമാകും. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, ട്രോഫികൾ, അവാർഡുകൾ ലഭിക്കുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ, കാണിക്കാൻ, ഫോട്ടോ വെച്ച് സ്റ്റാറ്റസ് വെക്കാൻ നമുക്ക് സന്തോഷമാണ്, വേണ്ടതാണ്. എന്നതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ സമ്മാനമാണ് ഇസ്ലാം. ഇത് ജനങ്ങളോട് പങ്കുവെക്കാൻ, അറിയിച്ചു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഏറ്റവും ചെറിയ സൂറത്തിൽ വൽ അസ്ർ എന്ന സൂറത്തിൽ പോലും മനുഷ്യൻ തീരാ നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട്, അവൻ നരകാവകാശിയാണെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് മാത്രം പറഞ്ഞില്ലല്ലോ, ബാക്കി രണ്ട് കാര്യം കൂടി പറഞ്ഞു. വിശ്വസിച്ചാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിച്ചാൽ, തവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ആ മാർഗത്തിൽ പരസ്പരം ക്ഷമ കൊണ്ട് സഹകരിക്കുന്നവർ, അവരല്ലാത്തവരൊക്കെ പരാജയത്തിലാണ്. അവിടെ ദഅവത്താണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. സ്വഹാബത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഇടക്കുന്ന ഈ സൂറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കൊടുക്കാറുണ്ടായിരുന്നു. ഓർമ്മപ്പെടുത്താണ്, ദഅവത്ത് ബാധ്യതയാണ്. അതിന് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഒരേ മൻഹജും ഒരേ ആദർശവും ഒരേ തൗഹീദും സ്വീകരിക്കുന്നവർ മാറി മാറി നിൽക്കേണ്ടതില്ല, ഒറ്റപ്പെട്ട് നിൽക്കേണ്ടതില്ല. ജമാഅത്തിന്റെ കൂടെയാണ് ബറക്കത്ത്. എന്ന് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ എല്ലാവർക്കും സംഘടനാ സംവിധാനങ്ങൾ വെച്ചാണ് അവർ അവരുടെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ആ ഒരു ഇസ്ലാമിക നന്മ പ്രചരിപ്പിക്കണമെങ്കിൽ ഈ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചേ പറ്റൂ. അതുകൊണ്ടൊരു കെട്ടുറപ്പുള്ള ഒരു കൂട്ടായ്മ നമുക്ക് വേണം. അങ്ങനെയാണ് കേരളത്തിലെ ഒരു 70 കൊല്ലത്തെ നമ്മുടെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം എടുത്ത് നോക്കി നിങ്ങൾ, അല്ലെങ്കിൽ 100 കൊല്ലത്തെ പാരമ്പര്യം എടുത്ത് നോക്കി നിങ്ങൾ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദ്യത്തെ പണ്ഡിത സഭ മുതൽ ഇങ്ങോട്ട് കെട്ടുറപ്പോടുകൂടെ മഹത്തായ ഒരു ദൗത്യത്തിന് വേണ്ടി അവരവരുടെ കാലത്ത് കഴിയുന്നത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സത്യത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. സൽമാൻ അൽ ഫാരിസിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 30 കൊല്ലക്കാലത്തോളം സത്യം എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടി യാത്ര ചെയ്ത സ്വഹാബിയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മജൂസിയായിരുന്ന ബാപ്പാന്റെക്കെന്ന് കുതിറിമാറി രക്ഷപ്പെട്ടു. ഇത് ഇസ്ലാം, ഇത് ശരിയല്ല എന്ന് അദ്ദേഹം മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്ന ഹക്ക് ഇതല്ല. ക്രിസ്തീയ പണ്ഡിതന്മാരുടെ പാതിരിമാരടുത്ത് പോയിട്ട് കൊല്ലങ്ങളോളം താമസിച്ചു. ഇത് ശരിയാവണം, ഇതൊരു ഹക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ക്രൈസ്തവ പണ്ഡിതൻ പറയാണ്, മദീനയിൽ ഒരു ആള് വരാനുണ്ട്, ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ പറയുന്നത് ഹക്കായിരിക്കും. ആ പ്രവാചകൻ, അദ്ദേഹം ഒരു നബിയാണെന്ന് നിനക്ക് അറിയണമെങ്കിൽ ഞാൻ 3 അടയാളങ്ങൾ പറഞ്ഞു തരാം. 3 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം നബിയായിരിക്കും. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അടയാളങ്ങൾ? അദ്ദേഹത്തിന്റെ മുതുകത്ത് ഒരു ചെറിയ പ്രവാചക മുദ്രയുണ്ടാകും, ഒരു അടയാളം ഉണ്ടാകും. സാധാരണ എല്ലാവർക്കും ഇല്ലാത്ത ഒരു ചെറിയ അടയാളം അദ്ദേഹത്തിന്റെ മുതുകത്ത് നിനക്ക് കാണാൻ പറ്റും. 2, അദ്ദേഹത്തിന് ഹദിയ കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കും, സമ്മാനം കൊടുത്താൽ മേടിച്ച് അദ്ദേഹം സ്വന്തം സ്വീകരിക്കും. 3, അദ്ദേഹത്തിന് സ്വതക്ക കൊടുത്താൽ അദ്ദേഹം അത് സ്വീകരിക്കില്ല. അങ്ങനെയാണ് മദീനയിൽ വന്ന പ്രവാചകൻ ഞാൻ കേൾക്കുന്ന, ഞാൻ അംഗീകരിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ആ സത്യത്തിന്റെ നബി ആണോ എന്നറിയാൻ വേണ്ടി മദീനയിൽ വന്ന സൽമാൻ അൽ ഫാരിസി പ്രവാചകന്റെ അടുത്തേക്ക് കയറി ചെന്നു.
ഒരു പിടി ഈത്തപ്പഴം കൊണ്ട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. നബിയെ, ഇതെന്റെ സ്വതക്കയാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്ന് എല്ലാവർക്കും രക്ഷിച്ചെടുത്തു. നബി കഴിച്ചില്ല. അപ്പൊ ഒന്നാമത്തെ അടയാളം ശരിയായി, ഇദ്ദേഹം സ്വതക്ക കഴിക്കുന്നില്ല എന്ന് മനസ്സിലായി. രണ്ടാമത് ഇദ്ദേഹം പുറത്തു പോയിട്ട് പിന്നെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ട് നബിനെ വീണ്ടും കാണാൻ വേണ്ടി വന്നു. നബിയെ, ഇത് എന്റെ ഹദിയയാണ്, ഞാൻ എത്ര ദൂരത്തുനിന്ന് വന്നിട്ട് എൻ്റെ ഒരു സമ്മാനമായിട്ട് നബി നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നബി തങ്ങൾ അത് സ്വീകരിച്ച് നബി സ്വന്തത്തിന് അത് എടുത്തു വെച്ചു. ഇനി മൂന്നാമത്തെ ഒരു അടയാളം കൂടി ഉണ്ടോന്ന് അറിഞ്ഞാൽ ഇദ്ദേഹം ഹക്കാണ് എന്ന് ബോധ്യപ്പെടുക. നബിതങ്ങള് അവിടെ മജ്ലിസിലിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ ശരീരഭാഗങ്ങളിലെ വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ സൽമാൻ അൽ ഫാരിസി ഒളിഞ്ഞും തൊളിഞ്ഞും നോക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊരു ചെറിയ പാടുണ്ട്. അത് പ്രവാചകത്വത്തിന്റെ മുദ്ര എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ചില അടയാളങ്ങളാണ്. അത് നബിക്ക് മാത്രമുള്ളതാണ്. അത് കണ്ട് സൽമാൻ അൽ ഫാരിസിക്ക് ബോധ്യപ്പെട്ടു. ചരിത്രം വിശദീകരിക്കാനുള്ള ഒട്ടനേക സംഭവമുണ്ട്. ഇന്ന് മദീനയിൽ ചെന്നാൽ കാണാൻ പറ്റും. സൽമാൻ അൽ ഫാരിസിനെ മോചിപ്പിക്കാൻ വേണ്ടി അവർ സ്വഹാബത്ത് എല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു തോട്ടമുണ്ട്, ഈന്തപ്പനത്തോട്ടം. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സത്യം കണ്ടെത്തണം, ഹക്ക് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ദീർഘമായ യാത്രയും ത്വരയുമായി. അങ്ങനെയാണ് നമ്മളും ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി, തൗഹീദിന്റെ വഴി, സുന്നത്തിന്റെ വഴി, അഹ്ലുസുന്നയുടെ യഥാർത്ഥ വഴി കണ്ടെത്തി അതിൽ നിലകൊള്ളാനും നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളെല്ലാം ഈ സത്യത്തിന് വേണ്ടി ചെലവഴിക്കാനും പരസ്പരം ഷൂറ കൂടി അഭിപ്രായങ്ങൾ കൂടി ചർച്ച ചെയ്യുവാനും അതിനു വേണ്ടിയൊക്കെയാണ് ഒരു വ്യവസ്ഥാപിതമായ ഒരു കൂട്ടായ്മ. അങ്ങനെ നമ്മൾ സംഘടന എന്നൊക്കെ വിളിക്കും. നമ്മൾ ജമാഅത്താണ്. അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, അത് മനസ്സിലാക്കി താല്പര്യം, ആരെയും നിർബന്ധിച്ച് നമ്മൾ ആരെയും ദീനിലേക്ക് കൊണ്ടുവരാത്ത പോലെ നിർബന്ധിച്ച് വലിച്ച് നമ്മൾ ആരും ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകാനും പാടില്ല, കൊണ്ടുപോകാനും പാടില്ല. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ എന്റെ കഴിവും എന്റെ ശേഷിയും എന്റെ സമയമൊക്കെ അള്ളാന്റെ ദീനിന് കൊടുക്കാൻ എന്നെ കൊണ്ട് താല്പര്യമുണ്ട് എങ്കിൽ അവർക്കുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വിസ്ഡം ഡേ ഞായറാഴ്ച നമ്മൾ എല്ലാവരും പങ്കെടുക്കാൻ. നമുക്കുള്ള നിർദ്ദേശങ്ങൾ, എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്, അതിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും, ചില നിബന്ധനകളൊക്കെ പാലിക്കാനുണ്ടാകും. അതൊക്കെ പറഞ്ഞ് കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പ്രചാരകരാവാൻ, നാളെ ഏത് നാട്ടിലും നമ്മളൊന്ന് അസുഖം ബാധിച്ചാൽ, നമ്മളൊന്ന് മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള, ഇന്ന നാട്ടിൽ നമ്മുടെ ഒരു മെമ്പറാണ് എന്ന് പറയാനുള്ള ഒരു നല്ല ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കാം. ഒരാൾ മരിച്ചു, ഒരു മുസ്ലിം അയാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ ജനാസിന്റെ പിന്നിൽ 40 തൗഹീദുള്ള ശിർക്ക് ചെയ്യാത്ത ഒരു നമസ്കരിക്കാനുണ്ടെങ്കിൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അല്ലാഹു അവരുടെ ശഫാഅത്ത് സ്വീകരിക്കുന്നു. അവരെന്താ ശഫാഅത്ത് ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വക്രിം നുസ്ലഹു എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് അല്ലാഹുമ്മ നഖ്ഹി മിനൽ ഖതായ കമാ യുനഖ ثوബുൽ അബിയദു മിനദ് ദനസ്. അങ്ങനെ തുടങ്ങുന്ന ആ മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, അല്ലാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, മഗ്ഫിറത്ത്. അല്ലാഹുവേ ഇദ്ദേഹത്തോട് കരുണ കാണിക്കണേ. അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ. ഇദ്ദേഹത്തിനെ ഏറ്റവും തെളിഞ്ഞ രൂപത്തിൽ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു ശുദ്ധി വരുത്തി കൊടുക്കണേ. എന്തു വലിയൊരു ശഫാഅത്താണ് നടത്തുന്നത്. അതല്ലാഹു സ്വീകരിക്കുന്നു പറഞ്ഞാൽ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറി നിന്ന് എല്ലാത്തിനെയും വിമർശിക്കുന്ന ഒരാളായി, ആരും ശരിയല്ല, ഒന്നും ശരിയല്ല, അവരും ശരിയല്ല, ഇവരും ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ഗോൾ പോസ്റ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒഴിഞ്ഞു നിന്നുകൊണ്ട് കളിക്കാരെ കുറ്റം പറയുന്ന പോലെ, ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കമന്റ് അടിക്കുന്ന പോലെ നമ്മളൊരു കാഴ്ചക്കാരനായി മരിക്കോളം പോകരുത്. ഒരു ഹക്ക് കണ്ടെത്തുക, അത് പഠിക്കാനുള്ള മാർഗങ്ങളാണ് നമുക്ക് ഈ ഖുർആൻ ക്ലാസ്സുകളും ഖുത്ബകളും ദീനിയായ ധാരാളം വേദികളുണ്ട്. എന്നിട്ട് ആ സത്യത്തിന്റെ കൂടെ വകൂനു മഅസ്സാദിഖീൻ, സത്യത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്നാ പറഞ്ഞത്. സത്യം ഏത് കൂടെയും പോയ പോലെ നിങ്ങൾ സത്യത്തിന്റെ കൂടെ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുവോളം ഈ യഥാർത്ഥ ഇസ്ലാമിന്റെ ഹക്കിന്റെ മാർഗത്തിലായിക്കൊണ്ട് മരിക്കുവാനും
മരണശേഷവും മുറിയാത്ത ഒട്ടനേകം നന്മകൾ ചെയ്തുകൊണ്ട് ഇവിടുന്ന് വിട പറയാനും നമുക്കെല്ലാം മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ.